റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക്. താനൂർ കസ്റ്റഡി കൊലയിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് താമിർ ജഫ്രി മരിച്ച ശേഷം ഇൻസ്പെക്ഷൻ മെമ്മോയിൽ വ്യാജ ഒപ്പിട്ടെന്ന് റിപ്പോർട്ടർ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഇൻസ്പെക്ഷൻ മെമ്മോയിൽ മറ്റു പ്രതികളുടെയും സ്വന്തം ഒപ്പല്ല ഇട്ടത് എന്നാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. DYSP VV ബെന്നി മരണം നടന്നയുടൻ താനൂർ സ്റ്റേഷനിലെത്തി. FIR ഇടാൻ നിർദ്ദേശിച്ചത് VV ബെന്നി എന്ന് SI പറഞ്ഞിരുന്നു. TV പ്രസാദ് ചേരും. അതിനു മുൻപ് നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. താമിർ ജഫ്രിയുടെ മരണം സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് താമിർ ജഫ്രിയുടെ പേരിൽ ഇൻസ്പെക്ഷൻ മെമ്മോയിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ വ്യാജ ഒപ്പിട്ടത്. വാർത്ത ഇന്നലെ പുറത്തു വന്നതോടെ മറ്റു പ്രതികളുടെ ഇൻസ്പെക്ഷൻ മെമ്മോയും റിപ്പോർട്ടറിന് കിട്ടി. 4 പേരുടെയും വ്യാജ ഒപ്പാണ് ഇൻസ്പെക്ഷൻ മെമ്മോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താമിർ ജഫ്രിയെയും സുഹൃത്തുക്കളെയും പിടിച്ചതു മുതൽ പോലീസിൻ്റെ ഓരോ നീക്കവും ദുരൂഹമായിരുന്നു. തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചേളാരിയിൽ നിന്നാണ് പിടികൂടിയത്. പിന്നാലെ പ്രതികളെ താനൂർ സബ് ഡിവിഷൻ കീഴിലെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു. താനൂർ DYSP VV ബെന്നിയുടെ കീഴിലുള്ള 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തത്. കൊണ്ടോട്ടി സബ് ഡിവിഷനിൽ നിന്ന് പ്രതികളെ പിടികൂടി താനൂർ സബ് ഡിവിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് SP-യും DYSP-യും ഉറപ്പായും അറിയും. മറ്റൊരു സ്ഥലത്തു നിന്ന് പിടികൂടിയതാണെന്നറിയാവുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരാണ് താനൂർ SI കൃഷ്ണലാലിനോട് താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് കാണിക്കാൻ നിർദ്ദേശിച്ചതും പിന്നാലെ SI കൃഷ്ണലാൽ സസ്പെൻഷനിലാവുന്നതും. താമിർ ജഫ്രി മരിച്ച് 2.5 മണിക്കൂറിന് ശേഷമാണ് താമിറിനെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തത്. ഇതെല്ലാം നടന്നത് DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്ന് SI കൃഷ്ണലാൽ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു. ബെന്നി സാർ വന്നു, ജീവൻ ജോർജ് സാർ വന്നു, അതിനുശേഷം പരപ്പനങ്ങാടി CA ജിനേഷ് സാർ വന്നു. ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം നിൽക്കുകയാണ് പിന്നെ FIR ഇട്ടത്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഈ മരണപ്പെട്ടിട്ട് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി പ്രതികളുണ്ട്, 4 പ്രതികളുണ്ട്. അപ്പോൾ അവരെ കോടതിയിൽ കൊണ്ടുപോകണ്ടേ? അപ്പോൾ FIR വേണ്ടേ? ഓരോ ദിവസം കഴിയുന്തോറും താനൂർ കസ്റ്റഡി കൊലക്കേസിലെ ദുരൂഹതകൾ ഏറുകയാണ്. എന്തിനാണ് അറസ്റ്റ് രേഖകളെല്ലാം ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയത്? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. തുടർച്ചയായിട്ട് ഓരോരോ കുഴപ്പങ്ങൾ നമ്മൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ്. ഇതിൽ അറസ്റ്റിന്റെ കാര്യത്തിൽ സ്ഥലത്തെ അറസ്റ്റ്, സ്ഥലം മാറിയുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം താമിർ ജഫ്രിയുടെ മരണത്തിന് ശേഷം താമിർ ജഫ്രിയുടെ ഒപ്പ് പോലും വ്യാജമായിട്ടിട്ടുകൊണ്ട് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളുടെ വ്യാജ ഒപ്പിട്ടു എന്ന വാർത്തയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ സാധ്യമാവില്ലല്ലോ TV പ്രസാദ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ളത് തന്നെയാണ്. അരുൺ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ദുരൂഹമായ ഒരു കേസാണ്. ഇന്നലെ നമ്മൾ താമിർ ജഫ്രി മരിച്ചതിന് ശേഷമാണ് താമിർ ജഫ്രിയുടെ ഒപ്പിട്ടത് എന്നതിൻ്റെ രേഖകൾ ഇന്നലെയാണ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ നമ്മളെ തേടിയെത്തുന്നത്. അതായത് താമിർ ജഫ്രിയുടെ കൂടെ പിടിയിലായ മറ്റ് 4 പേരുടെയും ഒപ്പും വ്യാജമാണ് എന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അത് സ്ഥിരീകരിക്കുന്ന തെളിവാണ് ഇൻസ്പെക്ഷൻ മെമ്മോയിലുള്ളത്. ഇൻസ്പെക്ഷൻ മെമ്മോയുടെ പകർപ്പാണ് റിപ്പോർട്ടറിന് കിട്ടുകയും ചെയ്തത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താനൂരിലെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് താമിർ ജഫ്രി കൊല്ലപ്പെടുന്നു. താനൂർ പോലീസ് സ്റ്റേഷൻ, അതായത് താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ആ പോലീസിൻ്റെ ക്വാർട്ടേഴ്സിലേക്കായിരുന്നു താമിർ ജഫ്രിയെ കൊണ്ടുവരുന്നത്. പിടിയിലായ ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്ത, കൊലക്കേസിൽ അറസ്റ്റ് ചെയ്ത 4 ഡാൻസ് ഓഫുകാരും താനൂരിലെ DYSP VV ബെന്നിയുടെ കീഴിലുള്ളവരാണ്. അവർ അങ്ങപ്പുറം കൊണ്ടോട്ടി സബ് ഡിവിഷനിലേക്ക് പോയി അവിടെ നിന്ന് പ്രതികളെ പിടിച്ച് ഇങ്ങ് താനൂരിൽ വന്ന് കൃഷ്ണലാലിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അത് SP അറിയും, അത് DYSP അറിയും എന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് പുലർച്ചെ 4:40 മരണം സ്ഥിരീകരിച്ചതിന് ശേഷം കൃഷ്ണലാൽ പറഞ്ഞതുപോലെ VV ബെന്നി ഓടിയെത്തുന്നു, CI ജീവൻ ജോർജ് ഓടിയെത്തുന്നു. അവരുടെ നേതൃത്വത്തിലാണ് പിന്നീടുള്ള രേഖകളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് 2.5 മണിക്കൂറിന് ശേഷം FIR തയ്യാറാക്കിയിട്ടുള്ളത്. അതിനിടയിലാണ് ഈ ഇൻസ്പെക്ഷൻ മെമ്മോയും തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഇൻസ്പെക്ഷൻ മെമ്മോയിലാണ് മരിച്ച താമിർ ജഫ്രിയെ കൂടാതെ താമിർ ജഫ്രിയുടെ കൂടെ ഒന്ന് പിടിയിലായ മറ്റ് 4 പേരുടെയും ഒപ്പുകൾ വ്യാജമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ. ഓക്കെ, TV പ്രസാദ്, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. CBIക്ക് ഉടൻ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണ്. അവരെ ചോദ്യം ചെയ്യാൻ ഏത് നിമിഷം വേണമെങ്കിലും CBI വിളിപ്പിച്ചേക്കാം. അതല്ലേ അവസ്ഥ, TV പ്രസാദ്? അടുത്ത ഘട്ടം അതുതന്നെയാണ് അരുൺ. കാരണം താമിർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 4 ഡാൻസ് ഓഫുകാരെ
9 മാസം സമയമെടുത്ത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിച്ചതിനെ തുടർന്ന് CBI അറസ്റ്റ് ചെയ്തു. റിമാൻഡിലാണ്. അവർ CBIയുടെ കസ്റ്റഡിയിലേക്ക് വരികയും ചെയ്തു. ഇനിയുള്ള അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ആരാണ് താമിർ ജഫ്രിയെയും കൂട്ടാളികളെയും പിടിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്? ആരെങ്കിലും താമിർ ജഫ്രിയെ മർദ്ദിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നോ? എന്തുകൊണ്ടാണ് 12 പേരെ പിടികൂടിയിട്ട് അതിൽ താമിർ ജഫ്രിയെ മാത്രം അതിഭീകരമായി, നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്, അങ്ങനെ അതിഭീകരമായി മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഇടപെടലുണ്ടോ? അങ്ങ് കൊണ്ടോട്ടി സബ് ഡിവിഷനിൽ പിടിച്ച് അതിങ്ങ് താനൂർ സബ് ഡിവിഷനിൽ VV ബെന്നിയുടെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢാലോചന ആരാണ് നടത്തിയത്? അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്രയായിരിക്കും തീർച്ചയായിട്ടും CBIക്ക്. ഉറപ്പായിട്ടും ഇത് ഉന്നതതലത്തിലേക്ക് അന്വേഷണം പോവും. വരും ദിവസങ്ങളിൽ ഇവരുടെ മൊഴിയെടുക്കും, ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയും. സ്വാഭാവികമായും താനൂർ കസ്റ്റഡി കേസിലെ വാസ്തവം പുറത്തു കൊണ്ടുവരാൻ CBIക്ക് കഴിയും എന്നുള്ളതാണ് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. താനൂർ കസ്റ്റഡി മരണം തുടക്കം മുതൽ ഇതുവരെയും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിന്റെ SIT ടീമും ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോയുമാണ്. മുബഷീറും അഷ്കറും TV പ്രസാദും ചേർന്നാണ് ആ വാർത്തയുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ആ 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെയും പുറത്താക്കി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. CBI അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും അടുത്ത ഘട്ടം DYSPയിലേക്കും SP യിലേക്കുമായിരിക്കും എന്നത് നിശ്ചയം.